വായനാ വാരാഘോഷങ്ങൾക്ക് തുടക്കം. ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ലയൺസ് ക്ലബ് ഓഫ് അരുവിത്തറയും സംയുക്തമായി വായനാ വാരാചരണത്തിന് തുടക്കം കുറിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അനസ് പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗം ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ് വായനാ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. പാലാ ബ്രില്യൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗണിതശാസ്ത്ര വിഭാഗ മേധാവി പ്രൊഫസർ റോയ് തോമസ് കടപ്ലാക്കൽ വായനാ ദിന സന്ദേശം നൽകി. KS തോമസ് കടപ്ലാക്കൽ മെമ്മോറിയൽ ചാരിറ്റിയുടെ ഭാഗമായി സ്കൂളിന് നൽകിയ ലൈബ്രറി പുസ്തകങ്ങൾ, മാഗസിനുകൾ എന്നിവ സ്കൂളിനു വേണ്ടി പ്രിൻസിപ്പാൾ ഷീജ സലീം, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ബുക്ക് ചലഞ്ചിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് നൽകുന്ന പദ്ധതിയും തുടങ്ങി. വായനാ വാരത്തോട് അനുബന്ധിച്ച് മാഗസിൻ നിർമ്മാണം, ക്വിസ് വായനാ മത്സരം, പുസ്തക നിരൂപണം, കവിതാലാപനം എന്നീ മത്സരങ്ങളും നടത്തും. മിനി ലൈബ്രറിയും സ്ഥാപിക്കും. ലയൺസ് ക്ലബ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം, ലയൺസ് ക്ലബ് ഓഫ് അരുവിത്തറ പ്രസിഡന്റ് മനോജ് മാത്യു പരവരാഗത്ത്, സെക്രട്ടറി മനേഷ് കല്ലറയ്ക്കൽ, മുൻ പ്രസിഡന്റ് അരുൺ കുമ്പള്ളി, ട്രഷറർ സ്റ്റാൻലി തട്ടാമ്പറമ്പിൽ, കേരള കൗമുദി അസിസ്റ്റന്റ് മാനേജർ സാനു PB, മനോജ് T ബെഞ്ചമിൻ, അനൂപ് C എബ്രഹാം എന്നിവരും പങ്കെടുത്തു. ഈ പ്രോഗ്രാമിനോടൊപ്പം കേരള കൗമുദി പത്ര വിതരണവും നടത്തപ്പെട്ടു. വായനയുടെ ദീപ്തമാകുന്ന കുറെ വാല്യുകളായിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് പ്രിയപ്പെട്ട റോയ് സാറിന് സമ്മാനിക്കുകയും ചെയ്യുന്നത്. ഇത് വായനത്തിന്റെ ഉദ്ഘാടനം നടന്നൊപ്പം തന്നെ ഈ പുസ്തകം നമ്മുടെ സ്ഥാപനത്തിന് കൈമാറുകയും ചെയ്യുന്നതാണ്. ഈ വായന വാരത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ വിളിച്ചറിഞ്ഞിരിക്കുന്നത്. വായനാ ദിനം എന്ന് നമ്മൾ വായനാ ദിനം മാത്രം ആചരിച്ച കാര്യമില്ല, എന്നും വായിച്ചുകൊണ്ട് വളരാം എന്നുള്ള പഴഞ്ചൊല്ലോടുകൂടി ചൊല്ലുണ്ട്. നമ്മുടെ വായിച്ചു വളരും, വായിച്ചില്ലെങ്കിൽ വളരും എന്നുള്ള ആ ചൊല്ല് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു ദിവസത്തേക്ക് മാത്രമല്ല എന്നും വായിച്ചു പഠിച്ച് മുന്നോട്ട് പോകുവാനും ചിന്തിച്ച വാക്കുകളാണ്. നമ്മൾ ആ വാക്കുകള് നമ്മുടെ മനസ്സിൽ കൃത്യമായി പതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇന്ന് വായിച്ച ഒരു വാക്കാണ് കുനിഞ്ഞിരുന്ന്, അക്ഷരങ്ങൾ കുനിഞ്ഞിരുന്ന് വായിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥി പ്രതിനിധി ആരാണ്? നമുക്കുള്ള പുസ്തകമാണ് കേട്ടോ. ഗേഡ്സ് വരുന്നത്, ഗേഡ്സ് വരുന്നവരാണ് പ്രിൻസിപ്പൾ, നമുക്ക് ശേഖരിക്കാം. Thank you so much for your valuable books and the gift. Thank you so much. So what is inside that counts. അപ്പൊ നമുക്ക് മുകളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്മകളാൽ നിറഞ്ഞിരിക്കണം. അപ്പൊ വായനകൾ നമ്മുടെ അറിവിനെ ഷാർപ്പൺ ചെയ്യുന്നു. വായനകൾ നമുക്ക് വൈസ് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഒരു വൈസ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റൈറ്റ് ഡിസിഷൻ ടേക്കൻ അറ്റ് ദ റൈറ്റ് ടൈം. അപ്പൊ നമ്മൾ ശരിയായ തീരുമാനങ്ങൾ, നമ്മൾക്കൊരു അസൈൻമെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അന്ന് തന്നെ ചെയ്തു തീർക്കണം. ഇന്നത്തെ തീരുമാനം ഇന്ന് തന്നെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വളരുവാനായിട്ട് പരിശോധിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സയും സർജറികളും സൗജന്യമായി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ, ഷുഗർ പേഷ്യന്റിന് ഇൻസുലിൻ, വീടില്ലാത്തവർക്ക് വീട്, വിശക്കുന്നവർക്ക് ആഹാരം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാർത്ഥികളും യൂത്തുമാണ് ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്കായി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ, ലയൺസ് ക്വസ്റ്റ്, പീസ് ഫെസ്റ്റ് ബോണസ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ കണ്ണ് പരിശോധിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സയും കണ്ണടകളും സൗജന്യമായി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്കൂളിൽ അത് പ്രയോജനപ്പെടുത്താം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ണടകൾ തന്നെയാണ് നിങ്ങൾ കണ്ണ് പരിശോധിച്ച് നിങ്ങൾക്കായി തരുന്നത്. അതെല്ലാം സൗജന്യമായിട്ടാണെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ച നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ അനസ് പാറയിൽ സാർ, നമ്മുടെ ഈരാറ്റുപേട്ട ജില്ലാ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ ഫെർണാണ്ടസ്, അരുവിത്തറ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഇന്ത്യ പ്രസിഡന്റ്, അതുപോലെ സെക്രട്ടറി, അതുപോലെ മറ്റു ഭാരവാഹികൾ, നമ്മുടെ മാധ്യമ പ്രവർത്തകർ, ഇന്നലെ പ്രിയപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നലെ വൈകുന്നേരമാണ് മനോജ് സാറ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്. അതിനു മുന്നേ തന്നെ നമ്മൾ വായനാ വാരം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു.
സാർ ഇന്നലെ വിളിച്ചു, ടീച്ചറെ ലയൺസ് ക്ലബ്ബ് കുറച്ച് പുസ്തകം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതിനുള്ള പേജ് ഒരുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഏത് കാര്യം മനോജ് സാറിനെ ഏൽപ്പിച്ചാലും അതിന്റെ മാക്സിമത്തിൽ എത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് ധാരാളം പുസ്തകങ്ങൾ നൽകിയ ലയൺസ് ക്ലബിലും പിന്നെ നമ്മുടെ സ്കൂളിലെ ടീച്ചർമാര്, പ്രിൻസിപ്പൽ, പിന്നെ നമ്മുടെ മുന്നെത്തിയ അതിഥികൾ, പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. നന്ദി പറഞ്ഞു. താങ്ക് യു.